ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്നുള്ളതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നോക്കിയിരുന്നു. കുറച്ച് ക്ലാസ്സുകളായിട്ട് പ്രധാനപ്പെട്ട ചില ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് ചിലതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ എങ്കിലും ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ നമ്മൾ അതിൽ പഴയ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൂടെ ഉൾക്കൊള്ളിക്കുന്ന വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നമ്മൾ നോക്കുന്നത്. സോ ഇൻഡിക്കേറ്റർ എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില സൂചകങ്ങളെയാണ് അല്ലേ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഓവർ ബോട്ടാണോ, ഓവർ സോൾഡ് ആണോ, ക്ലിയർ, അണ്ടർ പ്രൈസ്ഡ് ആണോ, ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് 2 തരത്തിലുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയൊക്കെയായിട്ട് പറയാം? സാധാരണ ലീഡിങ് ആൻഡ് ലാഗിങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ക്ലിയർ. അതുപോലെ തന്നെ റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ളതും റേഞ്ച് ബൗണ്ടഡ് അല്ലാത്തതായിട്ട് അല്ലേ. റേഞ്ച് ബൗണ്ടഡ് ആയിട്ട് വരുമ്പോൾ നമ്മളതിനെ ഓസിലേറ്റേഴ്സ് എന്ന് പറയും. അതല്ലാത്ത നോൺ ബൗണ്ടഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളായിട്ട് ഡിസ്കസ് ചെയ്താം. സോ ഇതിൽ ഒന്നാമത്തെ ഒരു ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ്. അതെന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. ഇതിന് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്ത് പറയുന്നു? സിമ്പിൾ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ SMA എന്നാണ് പറയുക. എന്താണ് മൂവിങ് ആവറേജ് എന്നൊക്കെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ, വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിന് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്രയാണോ അതിൻ്റെ നമ്പർ ഓഫ് പീരീഡ് അല്ലേ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സിമ്പിൾ മൂവിങ് ആവറേജ്. ഇപ്പോൾ മൂവിങ് ആവറേജിൽ എന്ത് ചെയ്യുന്നു? ഒരു ദിവസത്തെ കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുന്നു? അതിനെ ആദ്യത്തേതിനെ ഒഴിവാക്കി രണ്ടാമത്തേലേക്ക് വരും, ക്ലിയർ. ബാക്കിയുള്ള സെറ്റ്സ് എടുക്കും. ഫോർ എക്സാമ്പിൾ 10 ഡേ മൂവിങ് ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ 10 ദിവസം നമ്മൾ എടുക്കും, അതിൻ്റെ വാല്യൂ ടോട്ടൽ ചെയ്യും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 10 ഡേ മൂവിങ് ആവറേജ്. രണ്ടാമത്തെ ദിവസം വരുമ്പോഴോ ആദ്യത്തെ ദിവസം ഒഴിവാക്കുന്നു, ക്ലിയർ. ദെൻ 2 മുതൽ 11 വരെയുള്ളത് എടുക്കുന്നു, അപ്പോൾ 10 ഡാറ്റ തന്നെ കിട്ടും. അതിന് ടോട്ടൽ ചെയ്യും, ഡിവൈഡർ ബൈ 10 ചെയ്യും, ക്ലിയർ. ദെൻ മൂന്നാമത് വരുമ്പോഴോ ആദ്യത്തെ 2 ഒഴിവാക്കും, ക്ലിയർ. ഇങ്ങനെ നമ്മൾ ചെയ്തു വരുന്നതാണ് സിമ്പിൾ മൂവിങ് ആവറേജ്. ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കിയതാണ്. ഒരു ക്ലാസ്സിൽ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ തന്നെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി സിമ്പിൾ മൂവിങ് ആവറേജിനെ കുറിച്ച് നോക്കിയതുമാണ് അല്ലേ. അതുകൊണ്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, ക്ലിയർ. ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ അതിൻ്റെ സിമ്പിൾ മൂവിങ് ആവറേജ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് SMA, സിമ്പിൾ മൂവിങ് ആവറേജ്. അപ്പോൾ SMAക്ക് പല പീരീഡും പറയാറുണ്ട് കേട്ടോ. ചെറിയ ഷോർട്ട് പീരീഡിലുണ്ട്, ഇൻ്റർമീഡിയറ്റ് പീരീഡിലുള്ളതുണ്ട്, ലോങ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ മൂവിങ് ആവറേജ് തന്നെ പലതരത്തിലുള്ള പീരീഡ് ബേസിസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ക്ലിയർ. സോ എന്താണ് ഈ മൂവിങ് ആവറേജിൻ്റെ പ്രത്യേകത? പ്രൈസിൻ്റെ ഡാറ്റ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഗ്രാഫിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, സ്ക്രീനിൽ കാണുന്നുണ്ടാവും ചാർട്ട് അല്ലേ. പ്രൈസിൻ്റെ ഡാറ്റയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന അല്ലേ, ബാറായിട്ട് കൊടുത്തിരിക്കുന്ന ഇത്, ക്ലിയർ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ പ്ലോട്ട്, ആവറേജ് എടുത്തിട്ട് ലൈൻ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ക്ലിയർ, ഒരു ആവറേജ് ടെൻഡൻസിയും ആ ആവറേജ് ടെൻഡൻസിയിൽ നിന്നും പ്രൈസിൻ്റെ ബിഹേവിയർ വളരെയധികം മാറുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ക്ലിയർ. അതുവഴി നമുക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ഈ പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ മൂവിങ് ആവറേജ്, ക്ലിയർ. ഒരു 200 പീരീഡ് സിമ്പിൾ മൂവിങ് ആവറേജ്, 200 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ അത് നമ്മൾ എന്ത് പറയുന്നു? ലോങ് പീരീഡ്, ക്ലിയർ, ലോങ് ടേം ആയിട്ടുള്ള SMA എന്ന് പറയും, ക്ലിയർ. ലോങ് ടേം SMA, ലോങ് SMA എന്ന് വേണമെങ്കിൽ പറയാം, ക്ലിയർ. അതുപോലെ തന്നെ വളരെ ഷോർട്ട് പീരീഡ് നമുക്ക് എടുക്കാൻ പറ്റും, ക്ലിയർ. ഫോർ എക്സാമ്പിൾ 20 days 10 daysൻ്റെ ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഷോർട്ട് പീരീഡ് ആയിട്ടുള്ള ഒരു മൂവിങ് ആവറേജ് എന്ന് പറയാം, ക്ലിയർ. ദെൻ ചിലപ്പോൾ 50 days 60 days അല്ലെങ്കിൽ 100 daysൻ്റെ ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതിനെന്ത് പറയും? ഇൻ്റർമീഡിയറ്റ് പീരീഡ് മൂവിങ് ആവറേജ് പറയും, ക്ലിയർ. ഇങ്ങനെ മൂവിങ് ആവറേജിനെ പീരീഡ് ബേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, ക്ലിയർ.
ഇതിൻ്റെ കാൽക്കുലേഷൻ സാധാരണ ഇതിൽ ചോദിക്കാറില്ല. ഇതിൻ്റെ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോബാക്കിൽ നിന്നും വന്നിട്ടുള്ള വേറൊരു പ്രധാനപ്പെട്ട മൂവിങ് ആവറേജാണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അല്ലേ. സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിൽ ആവറേജാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജിൻ്റെ ലിമിറ്റേഷൻ നമുക്കറിയാം അല്ലേ. ഏതെങ്കിലും ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേയിൽ വളരെ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വളരെ കുറഞ്ഞിട്ടുള്ളൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ ആവറേജ് എന്ത് ചെയ്യും? അതിനെ ബാധിക്കും. ക്ലിയർ? അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ക്ലിയർ ഏറ്റവും അടുത്ത് വരുന്ന പീരീഡിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ലിയർ മൂവിങ് ആവറേജ് റീസെൻറ്റ് പീരീഡ്സിന് കൂടുതൽ വെയിറ്റേജ് നൽകിക്കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മൂവിങ് ആവറേജിന് പറയുന്ന പേരാണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ EMA. അപ്പോൾ EMA എന്താണെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നോക്കിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാനിവിടെ പറയുന്നില്ല. ക്ലിയർ? അപ്പോൾ EMA വേറൊരു പ്രധാനപ്പെട്ട കാൽക്കുലേഷനാണ്. ക്ലിയർ? സോ സിമ്പിൾ മൂവിങ് SMA ലിമിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ EMA കുറച്ച് റീസെൻറ്റ് പീരീഡ്സിന് വെയിറ്റേജ് കിട്ടുന്ന രീതിയിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ EMA ഒരു ചാർട്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരുന്നുണ്ട്, നോക്കുക. ക്ലിയർ? EMA കാൽക്കുലേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് EMA. ക്ലിയർ? സോ EMA ഈക്വൽ ടു കറണ്ട് ക്ലോസിംഗ് പ്രൈസ് മൈനസ് പ്രീവിയസ് EMA ഇൻറ്റു വെയിറ്റിംഗ് ഫാക്ടർ പ്ലസ് പ്രീവിയസ് EMA. ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ? ഇതനുസരിച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഇവിടെ താഴത്തെ ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പ്രീവിയസ് EMA എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എടുക്കുക. ക്ലിയർ? അപ്പോൾ 64ൻ്റെ EMA നോക്കിയാൽ അത് തന്നെയാണ് എനിക്ക് കിട്ടുക. ക്ലിയർ? സോ EMA ഫോർ ദ ഫസ്റ്റ് ഡേ വിൽ ബി EMA ഇറ്റ്സെൽഫ്. ക്ലിയർ? ദാറ്റ് ഈസ് ക്ലോസിംഗ് പ്രൈസ് ഇറ്റ്സെൽഫ്. ക്ലോസിംഗ് പ്രൈസ് തന്നെയായിരിക്കും അതിൻ്റെ ആദ്യത്തെ EMA. സെക്കൻഡ് ഡേ വരുമ്പോൾ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഇവിടെ ഒന്നാമത്തെ കേസ് എന്താണ്? കറണ്ട് ക്ലോസിംഗ് പ്രൈസ് പറയുമ്പോൾ 65 ആയിട്ട് വരും. ക്ലിയർ? പ്രീവിയസ് EMA എന്ന് പറയുന്നത് 64 ആയിട്ട് വരും. വെയിറ്റിംഗ് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ആണ് കേട്ടോ. 2 ഡിവൈഡ് ബൈ പീരീഡ് പ്ലസ് 1. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്ര ദിവസത്തേക്കാണ് നമുക്ക് മൂവിങ് ആവറേജ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് പീരീഡ് എടുക്കുക. ഓക്കെ, ഇതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന വാല്യൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് എത്ര ദിവസത്തെയാ? സോ ഇവിടെ 10 ഡേയ്സിൻ്റെയാണ് ഒരു മൂവിങ് ആവറേജ് തന്നിരിക്കുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് 2 ഡിവൈഡ് ബൈ 10 പ്ലസ് 1 ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1818. സോ ദിസ് ഈസ് ദ ഫാക്ടർ വെയിറ്റേജ്. ഇതിന് റീസെൻറ്റ് ടൈമിനുള്ള വെയിറ്റേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൈ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് എന്ത് ചെയ്തു? പ്രീവിയസ് EMA കൂടെ കൂട്ടുന്നു. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ക്ലിയർ? താല്പര്യമുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ EMA കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആവറേജ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് EMA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ബ്രെഡ്ത്ത് വേറൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ് മാർക്കറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? എന്താണ് മാർക്കറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്? നമുക്കറിയാം ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് അല്ലേ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ വീതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്താണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ബ്രെഡ്ത്തിനെ കുറിച്ചാണ് ഇവിടെ നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സോ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഓർ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രെഡ്ത്ത് ഈസ് യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ് ടു നോ ദി ജനറൽ ഡയറക്ഷൻ ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഓൾ ട്രേഡ്സ് ഓഫ് സ്റ്റോക്ക്, ഓൾ ട്രേഡ് സ്റ്റോക്ക്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ ട്രേഡർ സ്റ്റോക്ക് എടുക്കുക. ഒന്നുകിൽ അതിൻ്റെ എമൗണ്ട് ടോട്ടൽ ട്രേഡഡ് വോളിയം, അല്ലെങ്കിലോ ട്രേഡർ ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ക്ലിയർ? ഇതിൻ്റെ ബേസിസിലൊക്കെ നമുക്ക് ചില കാൽക്കുലേഷൻസ് എടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ ടെൻഡൻസി മനസ്സിലാക്കാൻ വേണ്ടി, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രേഡഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്തിൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് ചെയ്യുക? സോ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഈസ് കാൽക്കുലേറ്റഡ് ആസ് റൈസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ഫോളിംഗ് സ്റ്റോക്ക്. എന്താ റൈസിംഗ് സ്റ്റോക്ക്? ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫോർ എക്സാമ്പിൾ 1000 ഷെയറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 800 ഷെയറുകൾ റൈസിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രൈസുകളൊക്കെ കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള 700 ഷെയറിൻ്റെ പ്രൈസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂടിയിട്ടുള്ള ഷെയറിൻ്റെ പ്രൈസ് പ്രീവിയസ് ഡേയേക്കാളും കൂടിയിട്ടുള്ള ഷെയർസിനെ നമ്മൾ റൈസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ഷെയർസിൻ്റെ പ്രൈസ് കറണ്ട് പ്രൈസ് പ്രീവിയസ് ഡേയുടെ പ്രൈസിനേക്കാളും കുറഞ്ഞിട്ടുള്ളതിന് ഫോളിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിന് പറയുന്ന പേരാണ് മാർക്കറ്റ് ബ്രെഡ്ത്ത്. ക്ലിയർ? സോ റൈസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ഫോളിംഗ് സ്റ്റോക്ക്. ക്ലിയർ?
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര ഷെയർസിന് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്, എത്ര ഷെയർസിന് ഡിക്ലൈൻ അല്ലേ, അപ്പോൾ അതിന് റേഷ്യോ കിട്ടും. അപ്പോൾ ഏതിനാണ് സ്ട്രെങ്ത് കൂടുതൽ അല്ലേ, അഡ്വാൻസിനാണോ ഡിക്ലൈനാണോ അല്ലെങ്കിൽ ഇത് ഇൻക്രീസിങ്ങിനാണോ ഡിക്രീസിങ്ങിനാണോ, ഓക്കെ, ഇത് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ a ratio greater than 1, that is market breadth greater than 1 indicates overall stock market gains or bullish signal. Clear? അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു, കൂടുതൽ നമ്പർ ഓഫ് സ്റ്റോക്കും എന്താണ്, അഡ്വാൻസ് ആണ്, അതുകൊണ്ട് ബുള്ളിഷ് ആയിട്ട് അതിനെ പറയും. ക്ലിയർ? അതുപോലെ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ബിയറിഷ് ആയിട്ട് പറയും. എന്താ ബിയറിഷ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഡൗൺ ട്രെൻഡ് ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ അങ്ങനെ ലെസ് ദാൻ 1 ആണെങ്കിൽ ബിയറിഷ് ആയിട്ടും മോർ ദാൻ 1 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ബുള്ളിഷ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഈസ് ബ്രെഡ്ത്ത് ഇൻഡിക്കേറ്റർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ. ഓക്കെ, സോ വാട്ട് ഈസ് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ? എ ഡി ലൈൻ അല്ലെങ്കിൽ എ ഡി റേഷ്യോ. ക്ലിയർ? ഇത് തന്നെയാണ് ഇവിടെ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറയുന്നതിന് പകരം റൈസിങ് അല്ലെങ്കിൽ ഫോളിങ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്തെന്നു അഡ്വാൻസ് അല്ലെങ്കിൽ ഡിക്ലൈൻ എടുക്കുന്നു. ക്ലിയർ? ഇതിന് അഡ്വാൻസ് ഡിക്ലൈൻ ലൈൻ എന്ന് കൂടെ പറയുന്നത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൈ അഡ്വാൻസ് ഡിക്ലൈൻ ലൈൻ ദാറ്റ് ഈസ് എ ഡി ലൈൻ, എ ബാർ ഡി ലൈൻ എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നതിൽ നോക്കുക. സോ അഡ്വാൻസ് ഡിക്ലൈൻ ലൈൻ എ ബാർ ഡി ലൈൻ is equal to number of stocks minus number of advancing stock minus number of declining stock. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻസിങ് സ്റ്റോക്കിൻ്റെ എണ്ണത്തിൽ നിന്ന് ഡിക്ലൈനിങ് സ്റ്റോക്കിൻ്റെ എണ്ണം കുറയ്ക്കുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി. ക്ലിയർ? അത് നെറ്റ് ഇൻക്രീസ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും കിട്ടുക. ദെൻ പ്ലസ് പ്രീവിയസ് അഡ്വാൻസ് ഡിക്ലൈൻ വാല്യൂ. ക്ലിയർ? പ്രീവിയസ് അഡ്വാൻസ് ഡിക്ലൈൻ വാല്യൂവിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇങ്ങനെ കുമുലേറ്റ് ചെയ്ത് ഓരോ ദിവസവും ചെയ്ത് വയ്ക്കും. ഈ കുമുലേറ്റീവ് വാല്യൂസിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചില വാല്യൂസൊക്കെ പോസിറ്റീവ് ആയിട്ടായിരിക്കും, ചില വാല്യൂസൊക്കെ നെഗറ്റീവ് ആയിട്ട്. ക്ലിയർ? ഇങ്ങനെ പോസിറ്റീവായിട്ട് വരുന്ന ടെറിട്ടറിയിൽ അത് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ അത് ബെയറിഷ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഏതോ ഒരു ലൈനിൽ വെച്ചിട്ട് എവിടെയോ ഒരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും അത് നെഗറ്റീവ് ആയിട്ട് മാറുക. ക്ലിയർ? അപ്പോൾ 0 ക്രോസ് ചെയ്ത് താഴേക്ക് വരിക. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അത് അവിടെ വെച്ച് നമുക്ക് ബൈ അല്ലെങ്കിൽ സെൽ സിഗ്നലൊക്കെ എടുക്കാൻ പറ്റും. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രോയിങ് അഡ്വാൻസ് ഡിക്ലൈൻ ലൈൻ. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ അയച്ചിട്ടുണ്ട്, അത് നോക്കുക. ക്ലിയർ? ഇവിടെ ഡേയ്സ് കൊടുത്തിട്ടുണ്ട് 1 to 5 വരെ. ക്ലിയർ? അഡ്വാൻസിങ് ഡിക്ലൈനിങ് അല്ല എ ഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എ ഡി ലൈൻ അല്ലേ. ഇവിടെ എന്താ നോക്കൂ, എ ഡി ലൈനിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ എടുത്തിരിക്കുന്നത്, ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ഇതിനെ കുമുലേറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ 316 + 218 അതാണ് നെക്സ്റ്റ് വാല്യൂ. അതേ പ്ലസ് ഈ 534 പ്ലസ് അല്ലേ മൈനസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ വീണ്ടും എന്തായത്, കുറഞ്ഞു പോയി, പക്ഷേ എങ്കിൽ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ കുറഞ്ഞിരിക്കുകയാണ്, ഡിക്ലൈനിങ് ആണ് വന്നിരിക്കുന്നത് കൂടുതൽ, അതുകൊണ്ട് മൈനസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടിയത്, -540. അപ്പോൾ പോസിറ്റീവ് ടെറിട്ടറി ഉണ്ട്, നെഗറ്റീവ് ടെറിട്ടറി ഉണ്ട്. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ക്ലിയർ? അങ്ങനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും അല്ലേ, ഇതിനിപ്പോൾ തന്നെ നമുക്കൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവ് അല്ലേ, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് നെഗറ്റീവ് ടെറിട്ടറി, ദിസ് ഈസ് പോസിറ്റീവ് ടെറിട്ടറി. ക്ലിയർ? അപ്പോൾ നമ്മളൊരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഷെയറിൻ്റെ വാല്യൂ അല്ലേ എങ്ങനെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ്, നെഗറ്റീവ് വാല്യൂ, ഇത് 0 ലൈനാണ്. ക്ലിയർ? 0 ലൈനിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് ബിയറിഷ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു പീരീഡാണ്, ഇത് ബുള്ളിഷ് ആയിട്ട് വരുന്ന പീരീഡാണ്, ഇത് സ്ലോ ഡൗൺ അല്ലേ, ഇവിടെ കുറഞ്ഞു വരുന്ന ടെൻഡൻസിയാണ്. ക്ലിയർ? ഇവിടെ വെച്ചത് എന്ത് ചെയ്യണം, കൂടി പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കൂടിയിട്ടുള്ള ഇൻക്രീസിങ് ആയിട്ട് വരുന്നതാണ്. നമുക്കിങ്ങനെ ബുള്ളിഷും ബിയറിഷും ഒക്കെ സിഗ്നൽ എടുക്കാനും അതുവഴി ട്രേഡ് റെക്കമെൻഡേഷൻ, ബൈ അല്ലെങ്കിൽ സെൽസ് റെക്കമെൻഡേഷൻസ് ഒക്കെ ചെയ്യാനും പറ്റും. ക്ലിയർ? ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വരുന്ന എ ഡി ലൈൻ കുറഞ്ഞു വരുന്ന ഡിക്ലൈൻ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാം, സെൽ റെക്കമെൻഡേഷൻ കൊടുക്കാം. ക്ലിയർ? എ ഡി ലൈൻ ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് കൊടുക്കാം, ബൈ റെക്കമെൻഡേഷൻ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ? എന്താണ് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ? ബട്ട് അഡ്വാൻസിങ് സ്റ്റോക്ക് ഉണ്ട്, ഡിക്ലൈനിങ് സ്റ്റോക്ക് ഉണ്ട്, നോ ചേഞ്ച് സ്റ്റോക്ക് ഉണ്ടാവും. ക്ലിയർ? ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് കിട്ടും ഒരു മാർക്കറ്റിൽ ആ ദിവസം ട്രേഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ സെക്യൂരിറ്റി. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോന്നിനെയും അഡ്വാൻസിങ്ങിനെ നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡിക്ലൈൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് 65%, ദിസ് ഈസ് 35% എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഓരോ ദിവസത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വാൻസിൻ്റെയും ഡിക്ലൈനിൻ്റെയും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനെ അഡ്വാൻസ് ഡിക്ലൈനിങ് റേഷ്യോ എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെ പല കാര്യങ്ങളും എന്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ടെൻഡൻസി മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? ഇവിടെ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്, മാർക്കറ്റ് മൊമെൻറ്റം. ക്ലിയർ? ആൻഡ് വോളിയം ഇൻഡിക്കേറ്റർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ,
So what is next one? Market momentum and the volume. Clear? Momentum indication. അതാണ് ഇവിടെ പറയുന്നത്. Clear? So market momentum is the ability of a market to sustain and increase or decrease in price. അല്ലേ? Momentum എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? അതിൻ്റെ സ്പീഡ് അല്ലേ, വെലോസിറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, എത്ര സമയം കൊണ്ടാണ് അത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യത. ക്ലിയർ? അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് മൊമെൻറ്റം. ക്ലിയർ? വോളിയം. ഓക്കെ. അപ്പോൾ അങ്ങനെ മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ മാർക്കറ്റ് മൊമെൻറ്റം ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് ചേഞ്ചസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം വേഴ്സസ് ട്രേഡിംഗ് വോളിയം ഡ്യൂറിങ് എ പീരീഡ്. ക്ലിയർ? സാധാരണഗതിയിൽ ക്ലിയർ മാർക്കറ്റ് മൊമെൻറ്റം എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ചേഞ്ചസിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ ഏത് പീരീഡ് ആയിരിക്കും എടുക്കുക? നിശ്ചിത പീരീഡ്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 60 days അല്ലെങ്കിൽ 120 days അല്ലെങ്കിൽ 200 days. ക്ലിയർ? ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡേയ്സ് എടുത്തിട്ട് എന്ത് ചെയ്യാം? വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിൽ എത്രയാണ് വോളിയം എന്ന്, അല്ലെങ്കിൽ എത്ര വോളിയം എങ്ങനെ മാറിപ്പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ വേഴ്സസ് എ ട്രേഡിംഗ് വോളിയം ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഓക്കെ. സോ in other words, the high trading volume increases the market momentum of a price change or vice versa. Clear? നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു പീരീഡിൻ്റെ വോളിയത്തിനെ, പ്രൈസിനെ, ക്ലിയർ, ഇപ്പോഴത്തെ പ്രൈസ് അല്ലെങ്കിൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒന്നെങ്കിൽ വോളിയം കൂടുന്നുണ്ടാവും അല്ലെങ്കിൽ വോളിയം കുറയാം. ക്ലിയർ? സാധാരണ പ്രീവിയസ് ഇയേഴ്സുമായിട്ട് കമ്പയർ ചെയ്തില്ലെങ്കിൽ പോലും ക്ലിയർ കറണ്ട് പീരീഡിൽ നമ്മൾ നോക്കി വരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്നാണ് അല്ലേ, ആ ടെൻഡൻസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ്. ക്ലിയർ? പക്ഷേ വോളിയം കുറഞ്ഞു വരികയാണെങ്കിലോ ആ ടെൻഡൻസിയിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വിട്ടു നിൽക്കുന്നു എന്നാണ് അർത്ഥം. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റിൽ ഷെയർസിൻ്റെ ട്രേഡിങ് വോളിയം വളരെ കൂടുതൽ, നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തത് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക, ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ടെൻഡൻസി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വിചാരിക്കാം? ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡ് നടക്കുകയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. ക്ലിയർ? വേറൊരു സിറ്റുവേഷൻ നോക്കുക, ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പക്ഷേ വോളിയം വളരെ കുറഞ്ഞു പോയി, വാങ്ങിക്കുന്നതിൻ്റെ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും അർത്ഥം? ആൾക്കാർ വാങ്ങിക്കാനും ട്രേഡ് ചെയ്യാനും മടിക്കുന്നു. അപ്പോൾ എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അത് മാറാൻ, ഈ ടെൻഡൻസി മാറാനുള്ള ഒരു സാഹചര്യമാണ് അതിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അതുകൊണ്ട് ഈ മാർക്കറ്റ് മൊമെൻറ്റം ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററായിട്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. സോ മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ RSI. ഓക്കെ. ഇപ്പം എന്താണ് RSI ആസ് എ മൊമെൻറ്റം ഇൻഡിക്കേറ്റർ? ക്ലിയർ? സ്റ്റൊക്കാസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, മൊമെൻറ്റം ആയിട്ടും പറയാൻ പറ്റും. ക്ലിയർ? ഇതൊരു റേഞ്ച് ബൗണ്ടറായിട്ടാണ് വരിക. സോ ഇവിടെ RSI കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇതിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ? സോ RSI എന്ന് പറയുന്നത് എന്താ? ഒരു വാല്യൂ ആണ്. ക്ലിയർ? നമ്മളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ് അല്ലേ. അപ്പോൾ ആ ഇൻഡെക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 100 മൈനസ് വിത്തിൻ ബ്രാക്കറ്റ് 100 ഡിവൈഡഡ് ബൈ then again ബ്രാക്കറ്റിൽ 1 + RS. ക്ലിയർ? ക്ലോസ് ദ ബ്രാക്കറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ഫോമുല. അപ്പോൾ ഇവിടെ RS നമുക്ക് എന്താണെന്ന് അറിയണം. RS എന്ന് പറയുന്നത് എന്താ? ആവറേജ് ഗെയിൻ പെർ ഡേ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ് പെർ ഡേ. ഓരോ ദിവസം ഉണ്ടാകുന്ന ഗെയിൻ എത്രയാണ്, ഓരോ ദിവസം ഉണ്ടായിരിക്കുന്ന ലോസ് എത്രയാണ്. ക്ലിയർ? ഇതനുസരിച്ചാണ് എടുക്കുക. N എന്താണ് ഇവിടെ? നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ മോസ്റ്റ് അനലിസ്റ്റ് യൂസസ് 9 to 15 days RSI. ക്ലിയർ? ഒരു നിശ്ചിത പീരീഡുള്ള ഗെയിൻ ആയിരിക്കും എടുക്കുക, ഒരു നിശ്ചിത പീരീഡുള്ള ലോസ് ആയിരിക്കും എടുക്കുക. ക്ലിയർ? അത് 9 ദിവസം ആവാം അല്ലെങ്കിൽ 15 ദിവസം ആവാം. ക്ലിയർ? 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്ക്. ക്ലിയർ? ഇങ്ങനെയുള്ള പീരീഡിലേക്കായിരിക്കും എടുക്കുന്നത്. ക്ലിയർ? അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആവറേജ് ഗെയിനും ആവറേജ് ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിനാണ് RS എന്ന് പറയുക. ക്ലിയർ? ഈ വാല്യൂ അതിലേക്ക് 1 + RS നമ്മൾ ചെയ്യുന്നു. 100 ഡിവൈഡഡ് ബൈ 1 + RS നമ്മൾ എടുക്കുക, അതിൽ നിന്ന് 100 എന്ന വാല്യൂ മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചില ഇൻഡിക്കേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ RSIയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 70 എബോവ് കിട്ടുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? സോ വാല്യൂ ബിറ്റ്വീൻ 0 and 100. ക്ലിയർ? സാധാരണ ഇതിൽ 0 and 100 ആയിട്ടാണ് ഇത് വരിക, ഇതിൻ്റെ വാല്യൂ വരിക. ക്ലിയർ? അതുകൊണ്ട് ഇതിനെ ഓസിലേറ്റർ എന്നും കൂടെ പറയാറുണ്ട്. സോ 30 വാല്യൂ 30 ഉള്ളൊരു 30 കുറവായിട്ട് വരികയാണെങ്കിൽ ഇതിനെ ഓവർ സോൾഡ് സിറ്റുവേഷൻ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതിന് 70 ഫോർ എബോവ് ഓവർ ബോട്ട് ആയിട്ട് പറയും. ക്ലിയർ? ഇതിങ്ങനെ ഈ രീതിയിലാണ് ഇതിനെ എടുക്കുക. ക്ലിയർ? സോ ഇഫ് ദ വാല്യൂ ഫോൾസ് ബിലോ 30 ഈസ് കോൾഡ് ആസ് ഓവർ സോൾഡ്, ആൻഡ് ഇഫ് ദ വാല്യൂ ഈസ് എബോവ് 70 ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഓവർ ബോട്ട് സിറ്റുവേഷൻ. ക്ലിയർ? അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ബൈ അല്ലെങ്കിൽ സെൽ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും അല്ലേ. ഓവർ സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ വിറ്റിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു റിവേഴ്സൽ, ദാറ്റ് ഈസ്
ഇൻക്രീസിങ് ട്രെൻഡിനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് വാങ്ങിക്കാനുള്ള ബൈ സിഗ്നലാണ് കൊടുക്കുക. ക്ലിയർ. ഓവർ ബോട്ട് എന്താണ്, വളരെ കൂടുതൽ വിലയിൽ നിൽക്കുകയാണ്, ആൾക്കാർ കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നു, ഇനി കുറയാനാണ് സാധ്യത. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഉടനെ ഉള്ള വിലയ്ക്ക് വിൽക്കുക. ക്ലിയർ. സെൽ റെക്കമെൻഡേഷനാണ് കൊടുക്കുക. ഇതാണ് സാധാരണ ചെയ്യുന്നത്. ക്ലിയർ. ഇത് ഓസിലേറ്റേഴ്സ് ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ. സോ വാട്ട് ഈസ് ഓസിലേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏതൊരു വാല്യൂ നിശ്ചിത വാല്യൂസിൻ്റെ ഇടയിലേക്ക് അല്ലേ വാല്യൂസ് ഇങ്ങനെ ടെൻഡ് ചെയ്യുന്ന അല്ലേ സിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡിക്കേഷൻ പറയുന്ന പേരാണ് ഓസിലേഷൻ. സോ അതിന് റേഞ്ച് ബൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും കൂടെ പറയാം, ബൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഓസിലേറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത? സോ അതിലൊരു പ്രധാനപ്പെട്ട ഓസിലേറ്റർ ആയിട്ട് ഇവിടെ വരുന്നതാണ് MACD. ക്ലിയർ. മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ്. ക്ലിയർ. MACD എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ MACD ഒരു പ്രത്യേകത എന്താ? മൂവിങ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ മൂവിങ് ആവറേജ് ലൈനിനെ ക്ലിയർ പ്രത്യേകിച്ച് ഇവിടെ EMA ആണ് എടുക്കുക. ക്ലിയർ. 2 പീരീഡുള്ള ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ ലോങ് പീരീഡുള്ള EMA എടുത്തിട്ട് ഓക്കെ ഇവിടെ EMAയുടെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കൺവെർജൻസും ഡൈവർജൻസും എടുക്കുന്നു. ക്ലിയർ. കൺവെർജൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൈൻ മറ്റൊരു ലൈനിലേക്ക് അടുപ്പിച്ച് വരികയാണ് അതിനെ കൺവെർജൻസ് പറയും. അതിൽ നിന്ന് വിട്ടു പോകുമ്പോൾ എന്ത് പറയും, ഡൈവർജൻസ് എന്ന് പറയും. ക്ലിയർ. അങ്ങനെ കൺവെർജൻസ് ഡൈവർജൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഓക്കെ. സോ ദാറ്റ് ഈസ് കോൾഡ് മൂവിങ് ആവറേജ് കൺവെർജൻസ് ലൈൻ. ക്ലിയർ. MACD അല്ലെങ്കിൽ MACD എന്നാണ് ഇതിന് പറയുക. ക്ലിയർ. MACD. ഓക്കെ. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ക്ലിയർ. അതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ സാധാരണ EMA എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എടുത്തിട്ടാണ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ 12-day EMA ആൻഡ് 26-day EMA. ക്ലിയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, MACDയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. ക്ലിയർ. സോ വി വിൽ കാൽക്കുലേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ എ വാല്യൂ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ 2 periods of EMA. ക്ലിയർ. ഇപ്പോൾ EMA ഫോർ എക്സാമ്പിൾ 26 EMA ആൻഡ് 12-day EMA ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. ക്ലിയർ. ഈ ഡിഫറൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EMA പ്ലോട്ട് ചെയ്യുക. സോ ടെക്നിക്കലി MACD is calculated by subtracting 26-day EMA from 12-day EMA. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ കിട്ടും. Then MACD values are for different days are determined by subtracting a long-term EMA for each day for corresponding short-term EMA. ക്ലിയർ. ഒന്ന് ലോങ് ടേം ആയിട്ട് ഒന്ന് ഷോർട്ട് ടേം എടുത്ത് ഡിഫറൻസ് കണ്ട് ഈ ഡിഫറൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ MACD ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു 0 ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യണം. നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്കൊരു 0 ലൈൻ കിട്ടും. ക്ലിയർ. ഇതാണ് സിഗ്നൽ ലൈൻ എന്ന് പറയുക. 0 ലൈൻ അല്ലെങ്കിൽ സിഗ്നൽ ലൈൻ എന്ന് പറയും. ക്ലിയർ. അപ്പോൾ നമ്മൾ MACD പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില വാല്യൂസൊക്കെ പോസിറ്റീവ് ടെറിട്ടറിയിലായിരിക്കും, ചില വാല്യൂസൊക്കെ എന്തായിരിക്കും നെഗറ്റീവ് ടെറിട്ടറിയിലായിരിക്കും വരിക. ക്ലിയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെന്താണ്, ഇതിനെയാണ് നമ്മൾ കൺവെർജിങ് എന്ന് പറയുക. ഈ ലൈനിലേക്ക് എന്ത് ചെയ്യുന്നു, അടുപ്പിച്ച് വരുന്നു. ക്ലിയർ. ഇപ്പോൾ 2 പീരീഡിലുള്ള ലൈൻ 2 EMA ഉണ്ടെന്ന് വിചാരിക്കുക, അത് ചിലപ്പോൾ അടുത്തിങ്ങനെ പോകും അല്ലേ. ഇവിടെ വെച്ചത് വ്യത്യാസം വരികയാണ് ഇവിടെ. ക്ലിയർ. ഈ പീരീഡിനെന്ന് പറയുക ഡൈവർജൻസ്. ക്ലിയർ. വിട്ടു പോകുന്നത്. ക്ലിയർ. ഇതിനെന്ത് പറയും നമ്മൾ, കൺവെർജിങ്. ക്ലിയർ. അതുപോലെ കുറേ പോയിട്ട് എന്തെങ്കിലും താഴത്തേക്ക് വരിക എന്ന് വിചാരിക്കുക, അപ്പോൾ ഇതെന്തായി, കൺവെർജിങ്. ഇവിടെ വെച്ച് എന്തായത്, ഡൈവർജിങ്. ക്ലിയർ. ഇങ്ങനെ കൺവെർജൻസ് ഡൈവർജൻസ് വഴി ക്ലിയർ നമ്മൾ വാല്യൂ നോക്കുന്നു. അപ്പോൾ ഇവിടെ MACD നമ്മൾ വരുന്ന സമയത്ത് ഈ സിഗ്നൽ ലൈനിനെ ടച്ച് ചെയ്യുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇവിടെ വരുമ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, താഴേക്ക് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ സെൽ സിഗ്നൽ കൊടുക്കും. ക്ലിയർ. അതുപോലെ തന്നെ ഇതിങ്ങനെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് റേസ് ചെയ്ത് ഇവിടെ വെച്ച് ടച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ബൈ സിഗ്നൽ കൊടുക്കും, വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഓക്കെ. ഇങ്ങനെയാണ് MACD-യുടെ ഇൻഡിക്കേഷൻസ് നമ്മൾ എടുക്കുക. ഓക്കെ. ഇവിടെ ഇതിൻ്റെ ലൈൻ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫിക്കലി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. ഇതിലൊരു ഹിസ്റ്റോഗ്രാം കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്യാറുണ്ട്. ക്ലിയർ. ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഹിസ്റ്റോഗ്രാം കൂടെ പ്ലോട്ട് ചെയ്യാറുണ്ട്. ക്ലിയർ. അപ്പോൾ ഇത് സിഗ്നൽ ലൈനാണ്, സെൻറ്ററിൽ കാണുന്ന സിഗ്നൽ ലൈനാണ്. ക്ലിയർ. ഇത് സിഗ്നൽ ലൈനിൻ്റെ എബോവ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വെച്ച് നമുക്ക് ബൈ ചെയ്യാം. ക്ലിയർ. കാരണം ഒരു ഇൻക്രീസ് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ. ദെൻ ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ വെച്ച് നമുക്ക് ഇത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങാൻ നമുക്ക് സെൽ സിഗ്നൽ കൊടുക്കാൻ പറ്റും. ക്ലിയർ. അതുപോലെ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് സെൽ സിഗ്നൽ കൊടുക്കാം, വീണ്ടും താഴേക്ക് പോകും. ക്ലിയർ. താഴേക്ക് പോയിട്ട് വീണ്ടും വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും വാങ്ങിക്കാം. ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് സിഗ്നൽസ് കൊടുക്കുക. സോ നെക്സ്റ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച്, ROC. ഇപ്പോൾ വേറൊരു ഇൻഡിക്കേറ്ററാണ് ROC. ക്ലിയർ. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻഡിക്കേറ്റർ, which is also called as a momentum, is a pure momentum oscillator that measures the percentage change in the price
of one period to the next period. Clear? So that is the momentum indicator ആയിട്ടാണ് ROC പറയുന്നത്. ക്ലിയർ? അത് എങ്ങനെയാണ് നമ്മൾ മൊമെൻറ്റം ഇൻഡിക്കേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? മൊമെൻറ്റം ഈക്വൽ ടു CCP മൈനസ് OCP, രണ്ട് പീരീഡിൻ്റെ ഡിഫറൻസ് കാണും. ക്ലിയർ? CCP എന്ന് പറയുന്നത് കറണ്ട് ക്ലോസിംഗ് പ്രൈസ്, OCP എന്ന് പറയുന്നത് ഓൾഡ് അല്ലെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് പ്രൈസ്. ഇത് നമ്മളുടെ ഡിഫറൻസ് എടുക്കുന്നു. ക്ലിയർ? ഇതിന് ഈ ഡിഫറൻസ് നമ്മൾ പെർസെൻറ്റേജ് രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് പറയാം. ക്ലിയർ? സോ പെർസെൻറ്റേജ് പറഞ്ഞാൽ ROC. ക്ലിയർ? ഇത്ര ശതമാനം കൂടി, ഇത്ര ശതമാനം കുറഞ്ഞു. ക്ലിയർ? അപ്പോൾ പ്രീവിയസ് ഡേയുടെ ബേസിസിൽ ഈ സമയത്ത് എത്ര ചേഞ്ച് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ അല്ലേ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് താഴെ നമുക്ക് നോക്കാം. ക്ലിയർ? എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അല്ലേ, രണ്ട് പ്രൈസ് ഫോർ എക്സാമ്പിൾ കറണ്ട് ഡേ, കറണ്ട് CCP എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? സോ 110 റുപ്പിയാണെന്ന് വിചാരിക്കുക. ദെൻ OCP എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ എത്രയാണ് ഇവിടെ വ്യത്യാസം വന്നത്? സോ CCP മൈനസ് OCP ഈക്വൽ ടു അല്ലേ, CCP എത്രയാണ്? 110 മൈനസ് ക്ലിയർ 100 ഈക്വൽ ടു 10 ആണ് കിട്ടുക. ക്ലിയർ? ഇതാണ് മൊമെൻറ്റം. ഇത് നമ്മൾ ROC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സോ ROC ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 100 പ്രീവിയസ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? 10% തന്നെ കിട്ടും. 10. ക്ലിയർ? ഇങ്ങനെ പെർസെൻറ്റേജ് രൂപത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് പറയാൻ പറ്റും? പ്രീവിയസ് ഡേക്കാളും ഈ ദിവസം 10% ഇൻക്രീസ് ചെയ്തിരിക്കുന്നു അല്ലേ, കുറയുമ്പോൾ ഇത്ര ശതമാനം കുറഞ്ഞു എന്നും പറയാൻ വേണ്ടി ഇങ്ങനെ ROC കാൽക്കുലേറ്റ് ചെയ്തു. ഇതും ഷെയറിൻ്റെ മൊമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ വേറൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ്. സോ വാട്ട് ഈസ് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ? സോ ഇറ്റ് ഈസ് എ മൊമെൻറ്റം ഇൻഡിക്കേറ്റർ ആൻഡ് comprises with where a security price closed relative to its price range over a period of time. Clear? ഇതും ഒരു ഓസിലേറ്റർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ ആണ്, റേഞ്ച് ബൗണ്ടഡ് ആണ്. ക്ലിയർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓവർ ബോട്ട് അല്ലെങ്കിൽ ഓവർ സോൾഡ് സിറ്റുവേഷൻ എടുത്തിട്ടാണ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇവിടെയും നമ്മൾ ചില വാല്യൂസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ വാല്യൂസിനനുസരിച്ച് നമ്മൾ ഓവർ ബോട്ട് അല്ലെങ്കിൽ ഓവർ സോൾഡ് സിറ്റുവേഷൻ എടുക്കുന്നു. ക്ലിയർ? ഒരു 70% എബോവ് വരുമ്പോൾ ക്ലിയർ അതിനൊരു നമ്മൾ നിശ്ചയിക്കും. ഓക്കെ, അതുപോലെ 30% അല്ലെങ്കിൽ 20% ബിലോ വരുമ്പോൾ നമ്മൾ പറയും. ക്ലിയർ? എന്താണ് 70% എബോവ് വരുമ്പോൾ നമ്മൾ പറയുക ഓവർ ബോട്ട് എന്ന് പറയും അല്ലേ. 20% അല്ലെങ്കിൽ 30% ബിലോ വരുമ്പോൾ നമ്മൾ പറയും ഓവർ ബോട്ട് സോൾഡ് സിറ്റുവേഷൻ എന്ന് പറയും. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓവർ ബോട്ട് അല്ലെങ്കിൽ ഓവർ സോൾഡ് സിറ്റുവേഷൻ എടുത്ത് ബൈ അല്ലെങ്കിൽ സെൽ റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെർസെൻറ്റേജ് കെയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനൊരു ഫോമുലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ പെർസെൻറ്റേജ് കെ, പെർസെൻറ്റേജ് ഡി, രണ്ട് പ്രധാനപ്പെട്ട ലൈനാണ് ഇവിടെ വരയ്ക്കുക. ക്ലിയർ? പെർസെൻറ്റേജ് കെ ലൈനും ഉണ്ടാകും, പെർസെൻറ്റേജ് ഡി ലൈനും ഉണ്ടാകും. ക്ലിയർ? ഇത് തമ്മിലുള്ള കൺവെർജൻസ് ഡൈവേർജൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ചില സിഗ്നൽ എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യണം പെർസെൻറ്റേജ് കെ വർക്കൗട്ട് ചെയ്യണം. പെർസെൻറ്റേജ് കെ എങ്ങനെയാണ് എടുക്കുക? സോ ദാറ്റ് ഈസ് 100 ഇൻറ്റു ക്ലിയർ ക്ലോസിംഗ് പ്രൈസ് മൈനസ് ലോവസ്റ്റ് പ്രൈസ് ഓഫ് എൻ പീരീഡ് ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് പ്രൈസ് ഓഫ് എൻ പീരീഡ്സ്. ഓക്കെ, മൈനസ് ലോവസ്റ്റ് പ്രൈസ് ഇൻ nth പീരീഡ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോമുല നമ്മൾ ഉപയോഗിച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? പെർസെൻറ്റേജ് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? ഈ പെർസെൻറ്റേജ് കെ ക്ലിയർ ഇതിനെ നമ്മൾ ഫാസ്റ്റ്, ക്ലിയർ ഇതിനെ പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ഫാസ്റ്റ് എന്നാണ് പറയുക. ക്ലിയർ? ഓസിലേറ്ററുടെ സ്റ്റൊക്കാസ്റ്റിക് ഫാസ്റ്റ് ലൈൻ എന്നാണ്. ക്ലിയർ? സോ പെർസെൻറ്റേജ് ഈസ് കോൾഡ് ആസ് കെ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റൊക്കാസ്റ്റിക് ഫാസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ വേറൊരു ലൈൻ വരയ്ക്കുന്നതാണ് പെർസെൻറ്റേജ് ഡി. പെർസെൻറ്റേജ് ഡിയെ നമ്മൾ സ്ലോ പെർസെൻറ്റേജ് കെ എന്ന് കൂടെ പറയാറുണ്ട്. ക്ലിയർ? കാരണം എന്താ, ഇവിടെ നമ്മൾ പീരീഡ് കുറച്ചായിട്ടാണ് എടുക്കുക. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്യുന്നു? പെർസെൻറ്റേജ് ഡി ഈസ് എ മൂവിങ് ആവറേജ് ഓഫ് പെർസെൻറ്റേജ് കെ. പെർസെൻറ്റേജ് കെ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു 3 ഡേ ആയിട്ടുള്ള അല്ലെങ്കിൽ 3 പീരീഡ് ആയിട്ടുള്ള മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? അങ്ങനെ മൂവിങ് ആവറേജ് വാല്യൂവിനെയാണ് എന്ത് പറയുക? പെർസെൻറ്റേജ് ഡി എന്ന് പറയുക. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ഇതേ വാല്യൂ കൂടെ പ്ലോട്ട് ചെയ്യുന്നു. ക്ലിയർ? അതിനെ സ്റ്റൊക്കാസ്റ്റിക് സ്ലോ എന്നാണ് പറയുക പെർസെൻറ്റേജ് ഡിക്ക്. ഓക്കെ, ഇപ്പോൾ ഈ വാല്യൂവിനെ കൺവെർജൻസ് ഡൈവേർജൻസ് അനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കും. ക്ലിയർ? ഇപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ക്ലിയർ ചിലപ്പോൾ ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞ പോലെ ഓസിലേറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 0 to 100 വരെ നമുക്ക് ഉണ്ടാവും. ക്ലിയർ? അതനുസരിച്ച് നമ്മൾ 20% താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 70% മുകളിലേക്ക് വരുമ്പോഴൊക്കെ ഓവർ സോൾഡ് അല്ലെങ്കിൽ ഓവർ ബോട്ട് സിറ്റുവേഷൻ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്നൽ എടുക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെ ഇവിടെ പെർസെൻറ്റേജ് കെയുടെയും പെർസെൻറ്റേജ് ഡിയുടെയും കൺവെർജൻസ് ഡൈവേർജൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, സോ ദീസ് ആർ ഓൾ സം ഓഫ് ദി indicators that are given in our textbook. Okay.